ചതിയുടെ കെണിയിൽ പെടുന്നത് നമ്മൾ അവരോടൊപ്പം നിൽക്കാത്തത് കൊണ്ടാണ്. ഇനി ഒരു തെറ്റുപറ്റി എന്നിരിക്കുക, നിങ്ങൾ ഷഹനാസ് ഇത്താത്തു സുഖല്ലേ ഇത്താത്തു? കോഴിക്കോട് കടപ്പുറത്തിരുന്ന് കുമിള വിട്ട് കളിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ ഏർപ്പാടാക്കാമേ. ബുദ്ധിമുട്ടില്ലാതെ കുമിള പറപ്പിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ അവിടെ, നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ പരിചയമുള്ള കുറച്ച് 1-2 പേരുണ്ടെന്നേ, വിളിച്ചു പറയാം. ഇത്താത്തുവിന് കുമിള പറപ്പിക്കാനായിട്ട് അവിടെ അടുത്തു നിന്നൊക്കെ ആൾക്കാരെ മാറ്റി ഇത്താത്തുവിൻ്റെ കുമിള മാത്രം അവിടെ ഇങ്ങനെ പറന്ന് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാനായിട്ടേ. ഇത്താത്തു ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കഥ പറയുന്നത് നിർത്തണം കേട്ടോ. ഇത്താത്തുവിൻ്റെ തന്നെ നിലവാരം താഴത്തേക്ക് പൊക്കോണ്ടിരിക്കുക. ഇത്താത്തു ഈ കഴിഞ്ഞ ദിവസം ഏതോ ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് നമ്മുടെ മറ്റേ പ്രസ് മീറ്റ് അല്ല കേട്ടാ, വന്നിരുന്ന് മാങ്കൂട്ടത്തിലെ മറ്റേ ഗർജിക്കുന്ന സിംഹമായി മാറിയ എം എ ഷഹനാസ് ഇത്താത്തുവിൻ്റെ ആ അപരാധം അല്ല, മറിച്ച് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, നമുക്കറിയാം. വീഡിയോ കാണിക്കുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, പക്ഷെ എന്നാലും വേണ്ട, പേര് ഞാൻ പറയുന്നില്ല. അപ്പം ഇത്താത്തു കയറിയിരുന്ന് മറ്റേ ചർച്ചയിലൊക്കെ വലിയ കഥ പറയുന്നത് കേട്ടു. ഇത്താത്തു വായടച്ചിരിക്കുക, അതായിരിക്കും ഇത്താത്തുവിന് നല്ലത്. ഇത്താത്തു തന്നെ ഇത്താത്തുവിൻ്റെ കുഴി തോണ്ടുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. ഇത്താത്തുവിന് പണിയായി മാറും. ഇത്താത്തുവിൻ്റെ ഒരു ചാനൽ ചർച്ച നേരത്തെ പറഞ്ഞ് കണ്ടാലോ, എന്നിട്ട് ബാക്കി പറയാം. ഒരു സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീ, പരമാർത്ഥം. ഇത്താത്തു എന്തൊക്കെയാ ഇത്താത്തു ഈ വിളിച്ചു പറയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്താത്തു തന്നെ ഇത്താത്തുവിൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ആ 3 അക്ഷരങ്ങൾ ചേരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു വാക്കറിയാത്തൊരു സ്ത്രീയോ? കുട്ടികൾക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലെ സെക്സ് എഡ്യൂക്കേഷൻ പോരാ എന്ന് നമുക്ക് ഓക്കെ വെക്കാം. പക്ഷേ ഒരു സ്ത്രീക്ക് അത് അറിയത്തില്ല എന്നോ? എൻ്റെ പൊന്ന് ഇത്താത്തു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇത്താത്തു. ഇത് നാണക്കേടാ ഇത്താത്തു. വന്നിരുന്ന് വിളമ്പുമ്പോൾ നോക്കുകയും കണ്ടും വിളമ്പ്, മനസ്സിലായോ? ഏതെങ്കിലും ഒരു ചാനലുകാർ വന്ന് മോളെ വാടി ചാനൽ ചർച്ച ഉണ്ടടി എന്ന് പറയുമ്പോൾ തള്ളിക്കേറി അങ്ങ് പോകരുത്, മനസ്സിലായോ? നാണം കെടും. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴിയൊക്കെ തോണ്ടിയിട്ട് ഇപ്പം മറ്റേ കുമള വെട്ടോണ്ടിരുന്നിട്ടുണ്ടല്ലോ, നാട്ടുകാർ പുച്ഛിക്കും, അല്ല അട്ടറ പുച്ഛം തരും. എടി നാണമില്ലേടി മോളെ കുമള വിട്ടോണ്ടിരിക്കാൻ എന്ന് തന്നെ ചോദിക്കും. ഇത്താത്തുവിൻ്റെ ഫേസ്ബുക്ക് മറ്റേ ആ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഇട്ട സ്ഥലം, ആ ഫേസ്ബുക്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എൻ്റെ കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇത്താത്തു, ഒന്ന് പോയി നോക്ക്. അപ്പം മനസ്സിലാവും ഇത്താത്തുവിന് ജനങ്ങൾ എന്തോരം ഇത്താത്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇത്താത്തുവിന് അവിടുന്ന് മനസ്സിലാവും. ഓക്കെ, ഇത്താത്തുവിനോട് വ്യക്തമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആക്ഷേപോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്താത്തുവിന് കോമള വിട്ട് കളിക്കുന്നു. ഇത്താത്തു ജനങ്ങൾക്ക് ഇത്താത്തുവിൻ്റെ പഴയ കുറേ കഥകൾ വേണ്ടല്ലോ അല്ലേ? ഞാൻ പറയണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, പഴയ കഥകളൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്താത്തു ഈ വലിയ എഴുത്തുകാരിയാണെന്നാണല്ലോ പറയുന്നത്. അതിൽ പോലും മായം ചേർത്തിട്ടുണ്ട് എന്ന് പല ആളുകളും 3 വർഷം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നാണക്കേടാണേ, ഒരു വിലയും കിട്ടത്തില്ലേ സ്വന്തം വീട്ടിൽ. വേണ്ട, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, ശരിയല്ല, വേണ്ട, കൺട്രോൾ. പക്ഷേ ഇത്താത്തു സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലിൽ ഇവിടെ കയറി ഇരുന്ന് കഥ പറയുമ്പോൾ അട്ടർ പുച്ഛം കിട്ടും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറയുന്നതായിട്ട് മാത്രം ഇത്താത്തു കണ്ടാൽ മതി ഇതിനെ. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലിപ്പ് കാണാം. മാഡം, ഈ ഛത്തീസ്ഗഡിലെ കേസുണ്ടോ, പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഇതേപോലുള്ള ഫാക്സ് ഉള്ള ഒരു കേസിനകത്ത് നിങ്ങൾ ഇതേപോലൊരു ഫാക്സ് ഉള്ളൊരു കേസ്, അതായത് പ്രമോദ് കുമാർ നവരത്ന, നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരത്തില്ലല്ലോ. അപ്പൊ ഇതേപോലുള്ള ഫാക്സ് ഉള്ള ഒരു കേസ് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ ആരാ തെറ്റ്? സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പറയണം.
ഞാനൊരു കാര്യം പറയട്ടെ, പറയണം എനിക്ക് മേഡം. വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന് മറുപടി തരണം മേഡം. അദ്ദേഹം അവര് കൈൻഡ്ലി ഗീവ് ആൻ ആൻസർ ടു ദിസ്. അവര് കൈൻഡ്ലി ഗീവ് ആൻ ആൻസർ എന്നൊക്കെ ഇത്തിരി ബോധമുള്ളവരോട് ചോദിച്ചാൽ പോരെ സാറേ. പിന്നെ ഞാനിപ്പോൾ കാണിച്ച വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, 2 വീഡിയോ കാണിച്ചല്ലോ, ഈ രണ്ടും ഈ ട്രോളായിട്ട് കിടന്ന് കറങ്ങുന്നതാണേ. പറഞ്ഞേക്കാതങ്ങ്, ഇല്ലെങ്കിൽ പിന്നെ പറവുകാരനെ കള്ളാന്ന് വിളിക്കരുത്. ഓക്കെ, രണ്ടും ട്രോളായിട്ട് കിടന്ന് കറങ്ങുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. ഛത്തീസ്ഗഡിലെ ആ ഒരു കേസ് കഴിഞ്ഞ ദിവസം ഞാൻ നല്ല വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും കണ്ടു കാണത്തില്ല, കാരണം നമ്മുടെ ചാനൽ ഒരു 2 ദിവസമായിട്ട് ഡൗൺ ആണ്. സംഗതി വേറൊന്നുമല്ല, സുപ്രീം കോടതി ഒരു ഓർഡർ ഒരു ഛത്തീസ്ഗഡിൽ ഒരു അഡ്വക്കേറ്റ്, ഒരു വനിതാ അഡ്വക്കേറ്റ് ഒരു പുരുഷനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെതിരെ ഒരു കേസ് കൊടുത്തു. സംഗതി വേറൊന്നുമല്ല, അവരെ ഈ വ്യക്തി, ആ പുരുഷൻ അങ്ങനെ തന്നെ ഞാൻ പറയും, ആ വ്യക്തി കുറച്ച് കാലമായിട്ട് ഇവരുമായിട്ട് ഡിങ്കോൾഫിയിൽ ഏർപ്പെട്ടു. ഇവർ കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ഉള്ളതാ, ഡിവോഴ്സ് ആയിട്ടില്ല. ഓർക്കണം നിങ്ങളത്. ഇവർ കൊണ്ട് കേസ് കൊടുത്തു. അയാളെന്തോ മറ്റേ ഉപയോഗിച്ചിട്ട് അങ്ങ് ത്രോ ഔട്ട് ചെയ്യുന്ന ആ ഒരു കേസ് അങ്ങ് കൊണ്ട് കൊടുത്തു. കോടതി പറഞ്ഞു മോളെ വിട്ടോ, നടക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, നീ കല്യാണം കഴിഞ്ഞൊരു വ്യക്തി, നീ ഡിവോഴ്സ്ഡ് ആയി കഴിഞ്ഞിട്ടാണ് അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ. നീ വേറൊരുത്തൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ വേറൊരുത്തനായിട്ട് ഡിങ്കോൾ പരിപാടിക്ക് പോയി, എന്നിട്ട് പിന്നെ അവനെ കല്ലെറിഞ്ഞു ആ പരിപാടിയും കൊണ്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നടക്കത്തില്ല, വിട്ടോളാൻ പറഞ്ഞു. സുപ്രീം കോടതി ഹൈക്കോടതി എന്ന് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. സുപ്രീം കോടതി ഒരു നിയമവും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കല്യാണം കഴിയാത്തൊരു സ്ത്രീ വേറൊരുത്തനെതിരെ പരാതിയും കൊണ്ട് വന്നാൽ, പ്രത്യേകിച്ച് അവനുമായിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് ലാസ്റ്റ് അവനെ മറ്റേ കല്ലെറിയുന്ന പരിപാടിയും കൊണ്ട് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ആട്ടിപ്പായിക്കും, നടക്കത്തില്ല ഇവിടെ എന്നൊരു കാര്യം സുപ്രീം കോടതി പറഞ്ഞു. അത്രയേ ഉള്ളൂ സംഭവം. ഇതിനെപ്പറ്റി എൻ്റെ പൊന്ന് ഷഹനാസ് ഇത്താത്തു ഇനി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ന്യായീകരിച്ച് മെഴുകുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇത്താത്തു. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുക പോലും ചെയ്യാത്തതാണ് നല്ലത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അതിനെതിരെ വലിയ വാഗ്വാദങ്ങൾ അങ്ങോട്ട് മുഴക്കുമ്പോൾ നെഞ്ചക്ക വിരിച്ചിട്ട് അങ്ങോട്ട് കയ്യൊക്കെ ഉയർത്തി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ 2 പ്രാവശ്യം ആലോചിക്കുക. സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, പിടികിട്ടിയോ? അതാലോചിച്ചിട്ട് മാത്രം സംസാരിക്കാൻ നിൽക്കുക. എൻ്റെ മാങ്കൂട്ടത്തിൽ എന്നാ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലേ ചേട്ടായി, നിങ്ങൾ എന്തിനാണ് ഈ 10 കോടിയൊക്കെ നഷ്ടപരിഹാരം ചോദിച്ചേ ഈ ഷഹനാസ് ഇത്താത്തൂൻ്റെ അടുക്കെ? എൻ്റെ പാവം ഷഹനാസ് ഇത്താത്തൂനെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലേട്ടാ, ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. എൻ്റെ ഇത്താത്തൂൻ്റെ അടുക്ക് ഈ 10 കോടിയും ചോദിക്കാൻ പറ്റത്തില്ല കേട്ടോ, നടക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 ലക്ഷം ചോദിച്ചാൽ അത് തരാൻ പറ്റണ്ടേ എൻ്റെ ഇത്താത്തൂന്? ഈ 10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ? ദേ ഇവിടെ ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 10 കോടി നഷ്ടപരിഹാരം വേണം, മോശക്കാരനാക്കി ചിത്രീകരിച്ചു, MA ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ സാധനം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇത്താത്തു ഒരു മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ബീച്ചിലിരുന്ന് കപ്പൽട്ടി കുറയ്ക്കുന്നതിന് പകരം മറ്റേ ഊതി വിടുക കോമള. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 10 കോടിയൊക്കെ തരാനുള്ള ആ ഒരു ഉണ്ടോ, ആസ്തിയുണ്ടോ നമ്മുടെ ഷഹനാസ് ഇത്താത്തൂന്? ദൈവമേ, ഞാൻ ഇനി ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വേറൊന്നും ചിന്തിക്കല്ലേ കേട്ടാ. ചില ആൾക്കാർ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് കാട് കയറിപ്പോവും. അങ്ങനൊന്നും അല്ല. ഇത്താത്തൂന് അത്ര ഒരു എന്താണ് 10 കോടിയൊക്കെ കൊടുക്കാനുള്ളത് ഉണ്ടോ അവരുടെ കയ്യിൽ? എനിക്ക് അറിയാൻ പാടില്ല. പാതിരാത്രി ഇരുന്ന വീഡിയോ എടുക്കുന്ന വിയർത്ത് കുളിച്ചടേ, കനത്ത ചൂട്. പോട്ടെ. അപ്പം ഇത്താത്തൂൻ്റെയും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും കാര്യമല്ലേ, അപ്പം ഇത്തിരി വിയർക്കും. പോട്ടെ. അപ്പം ഇത്താത്തൂൻ്റെ അടുക്കൽ ഈ 10 കോടിയൊന്നും ചോദിക്കല്ലേ എൻ്റെ പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിലേട്ടാ. വല്ല 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ചോദിക്കും, ചിലപ്പോൾ തരാൻ കണ്ടേക്കും. പക്ഷെ എന്നാലും ഈ 10 കോടിക്കുള്ള ഒക്കെ ഉണ്ടാ കിട്ടണ്ടേ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ളവർക്ക് പ്രചോദനമായി മാറേണ്ട ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ നിങ്ങളൊരു കേസ് കൊടുക്കുമ്പോൾ, ഒരു നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ ആ പൈസ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് തരാൻ പറ്റണം. ആ പൈസ നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഗത്ത. കാരണം നമുക്ക് ഒരാൾക്കും ഇനിയിപ്പോൾ എൻ്റെ നെഞ്ചത്തോട്ട് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും എന്തായാലും താൽക്കാലികമായിട്ട് ആരും അങ്ങനെ വരാനില്ല. ഇനിയിപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ എതിരെ പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലമാ. ചുമ്മാ KSRTC ബസ്സിൽ പോയാൽ മതി, നാളെ രാവിലെ വരും ചിലപ്പോൾ നമ്മുടെ മെഡലിക്ക് ഒരു കേസ്. ആ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് പറയുന്നത്. പുരുഷനായി പോയി, ഗതികേട്. അതുകൊണ്ട് പറയുക. എല്ലാവരും ഓർത്തു വെച്ചു,
നമുക്ക് നാളെ ഒരു ഡിഫോമേഷൻ കേസ് കൊടുക്കും, ഇതുപോലെ ഒരു 10 കോടി അതൊക്കെ ഞാനതാ വീണ്ടും പറയുന്നത്, ഒരു 5 ലക്ഷമൊക്കെ ചോദിച്ചിട്ട് ആ പൈസ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലേക്ക് എത്തിയായിരുന്നെങ്കിൽ മോനെ അടിപൊളി കൈയടിച്ചേനെ ഞാൻ ഇട്ടിരുന്നത്. നമുക്കൊക്കെ ഒരു ഒരു എനർജി കിട്ടിയേനെ സീരിയസ്ലി അല്ലേ. അതായിരുന്നു ചെയ്യേണ്ടത്. ഈ 10 കോടിയൊക്കെ ചേച്ചി എനിക്ക് തോന്നുന്നൊന്നുമില്ല, ചേച്ചി മറ്റേ പാപ്പരാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കൊണ്ട് പേപ്പറൊക്കെ കൊടുക്കും, അതായിരിക്കും അവസ്ഥ. എന്തായാലും നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള MA ഷഹനാസ് ഇത്താത്തു ഒരു ചെറിയ റൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഒരു ചെറിയ വീഡിയോ, ആ വീഡിയോയുടെ സൗണ്ട് ഒന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ല, ഏതോ ഒരു പാട്ടൊക്കെയാണ്, അതൊന്നും ഞാൻ ഇടുന്നില്ല. പക്ഷെ എഴുതിയിട്ടേക്കുന്നതും ആ ചെറിയ ഊതലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് വേറെ പ്രധാനപ്പെട്ട ചേച്ചിയുടെ മറ്റേ ഉപദേശം ഉള്ളൊരു വീഡിയോ ഉണ്ട്, കാണിച്ചു തരാം. അതിന് മുമ്പ് ഇതൊന്ന് കണ്ടു, വായിച്ചു തരാമേ. എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളല്ല പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമളകൾ. ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരാണ്, ഒക്കെ പോട്ടെ, മറ്റന്നാൾ നീ ആരാണാവോ. എന്തൊക്കെയായിരുന്നു വ്യാജക്കാടായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായി, പവനായി ശവമായി, കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ട്. ബീച്ചിൽ തന്നെയാണോ 24 മണിക്കൂറും? കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കോമള അങ്ങോട്ട് വിടുവേ. ഇത്താത്തൂ കോമള വിട്ടോ ഇത്താത്തൂ, കോഴിക്കോട് ബീച്ചിൽ തന്നെ ഉണ്ടെന്ന്. 24 മണിക്കൂർ അവിടെ തന്നെയാണോ? വേറെ പണിയൊന്നും ഇല്ലേ? ബീച്ചിൽ ഇരുന്ന് ഇത്താത്തു നോക്കിയും കണ്ടുമൊക്കെ ഊതണം കേട്ടാ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ എന്തായാലും ഇത്താത്തു ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇട്ട് മണിക്കൂറുകളായി, മിക്കവാറും ഈ വീഡിയോ നിങ്ങൾ രാവിലെ ആയിരിക്കും കാണുന്നത്, അപ്പൊ കുറച്ച് ഏറെ മണിക്കൂറുകൾ ആയി കാണും. അപ്പൊ എന്താണെങ്കിലും ഇത്താത്തു ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്താത്തുവിൻ്റെ ഒരു ഉപദേശമുണ്ട്, ഒരു ഉപദേശ വീഡിയോ, നിങ്ങളെ എനിക്ക് അതുകൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ലൊരു പേരൻ്റ് ആയിരുന്നില്ല എന്ന്, നല്ലൊരു അമ്മയായിരുന്നില്ല എന്ന്, നല്ലൊരു അച്ഛനായിരുന്നില്ല എന്ന്? നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ അറിയാൻ, അവരെന്തായിരുന്നു എന്നറിയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സ്വന്തം കുഞ്ഞിനെ അറിയാതെ പോകുമ്പോൾ, അവരുടെ ഇഷ്ടങ്ങൾ അറിയാതെ പോകുമ്പോൾ, അവരുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നറിയാതെ പോകുമ്പോൾ, അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ, അവർ എന്ത് വസ്ത്രം ധരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്, അവരേത് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന്, ഇതൊക്കെ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്ന അമ്മയുടെ വലിയ പരാജയമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി മാറി സഞ്ചരിക്കുന്നത് അവിടെയാണ്. പല മോശമായ കൂട്ടുകെട്ടുകളിലേക്കും കുഞ്ഞുങ്ങൾ പോകുന്നത് നമ്മൾ അവരുടെ സുഹൃത്തുക്കളല്ലാതായിരിക്കുന്ന സമയത്താണ് അമ്മമാരെ. അല്ലെങ്കിൽ അവര് മോശം പ്രവൃത്തിയിലേക്ക്, പല ലഹരികളിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചാറ്റിങ്ങിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഒക്കെ പോയി ചതിയുടെ കെണിയിൽ പെടുന്നത് നമ്മൾ അവരോടൊപ്പം നിൽക്കാത്തത് കൊണ്ടാണ്. ഇനി ഒരു തെറ്റു പറ്റിയെന്നിരിക്കുക, നിങ്ങളുടെ കുഞ്ഞിനൊരു തെറ്റു പറ്റിയെന്നിരിക്കുക, അത് കേട്ട് മനസ്സിലാക്കി അവർക്കൊപ്പം നിന്ന് അവരെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതലയുള്ള ഒരാളാണ് നിങ്ങൾ. തെറ്റു പറ്റുമ്പോൾ അങ്ങേയറ്റം ദേഷ്യം പിടിച്ച് മാറ്റി നിർത്തി വഴക്ക് പറഞ്ഞ് അവരെ ഏറ്റവും ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മതി ഇത്താത്തു, എനിക്ക് ഇതിൽ കൂടുതലൊന്നും കേൾക്കാൻ വയ്യ. ഇത്താത്തുവിൻ്റെ ഉപദേശം എനിക്ക് കേൾക്കാൻ വയ്യ ഇത്താത്തു. അമ്മമാരോടാണെന്ന് പറയുന്നത്. ഇത്താത്തു, ഒരൊറ്റ ചോദ്യം. കഴിഞ്ഞ ദിവസം ഇങ്ങക്കെതിരെ ഒരു വ്യക്തി ഫേസ്ബുക്കിൽ കുറച്ച് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നോ ഇത്താത്തു? കാണുമായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. കാരണം ആ വ്യക്തി തന്നെ ഒരു വോയിസ് ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കുന്നതോ അതോ ഏതോ ഒരു ഗ്രൂപ്പിലിട്ടതോ എന്തോ, അത് അയാളെടുത്ത് വെളിവിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല, പോട്ടെ. പക്ഷെ ഇത്താത്തു, ആ വ്യക്തി ആദ്യമേ എഴുതിയിട്ടൊരു കാര്യമുണ്ട്. സ്വന്തം കുഞ്ഞിനെ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ കൊണ്ടുപോയപ്പോൾ ചേച്ചിയുടെ കുഞ്ഞാണെന്നും പറഞ്ഞ ടീമാ നിങ്ങൾ. നിങ്ങൾക്ക്
എങ്ങനെ ഇത്രയും വലിയ ഉപദേശമൊക്കെ ഇവിടുത്തെ സാധാരണക്കാരനിൽ സാധാരണക്കാരായ പാവപ്പെട്ട അമ്മമാരോട് പറയാൻ പറ്റുന്നു? എൻ്റെ പൊന്നിത്താത്തു, സമ്മതിക്കണോ നിങ്ങളെയൊക്കെ? പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ ഈ ഇത്താത്തുവിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ കമന്റ് ബോക്സിൽ വരുമെങ്കിൽ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, സപ്പോർട്ട് ചെയ്യുക. എന്നും 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 ഇതുപോലുള്ള ഇത്താത്തുമാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എടുത്ത് തലയിൽ വെച്ചിട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത്യാവശ്യം വിവരവും ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവരെ നല്ല വൃത്തിക്ക് നേരത്തെ എക്സ്പോസ് ചെയ്തൊരുത്തനാണ് ഞാൻ. മനസ്സിലായില്ലേ? ഇവരെ പറ്റി പല ആളുകളും പറയുന്നത് കാണിച്ചു തന്നൊരുത്തനാണ് ഞാൻ. അതിനകത്തു നിന്നൊക്കെ ഈ വലിയ വലിയ തള്ളുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നിത്താത്തു, പുച്ഛമാ ഇത്താത്തു തോന്നുന്നേ, നല്ല അട്ടറ് പുച്ഛം നിങ്ങളോട്. ഞാൻ ഈ പറഞ്ഞത് മൊത്തം ഈ പാവപ്പെട്ടവൻ്റെ അഭിപ്രായം മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.